നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതീക്ഷയുടെ ഒരു നക്ഷത്രം വഴികാട്ടി സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതിരൂപമായ ദൈവപുത്രൻ ജനിച്ചു. ലോകം മുഴുവൻ നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. നന്മയും കാരുണ്യവും സ്നേഹവും മനുഷ്യരാശിക്കുമേൽ പ്രവഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആൽഫ കുടുംബവും ക്രിസ്മസിനെ വരവേൽക്കുന്നു. എല്ലാ ആൽഫ കുടുംബാംഗങ്ങൾക്കും ആൽഫയുടെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഡെയിലി ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ. ആൽഫ കുട്ടനാട് സെന്റർ എടത്വ തലവടിയിൽ സ്വന്തം കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും മുകളിൽ ഒരു സ്റ്റോർ റൂം, ലിഫ്റ്റ്, അനുബന്ധ സംവിധാനങ്ങൾ ഉൾപ്പെടെ 2600 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് പണിയുന്നത്. പ്രസിദ്ധ ആർക്കിടെക്ട് പത്മശ്രീ ജി ശങ്കർ രൂപകൽപ്പന ചെയ്ത കെട്ടിടത്തിൽ ഫിസിയോതെറാപ്പി ഹാൾ, ഡോക്ടേഴ്സ്, നഴ്സസ് റൂമുകൾ, മീറ്റിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകും. പമ്പാ നദീ തീരത്ത് 18 സെന്റ് ഭൂമി വാങ്ങിയാണ് നിർമ്മിക്കുന്നത്. ഭാവിയിൽ മുതിർന്നവർക്ക് ഡേ കെയറും റെസ്പൈറ്റ് കെയറും കൊടുക്കാനും പദ്ധതിയുണ്ട്. 2030 ആകുമ്പോഴേക്കും 15 പേർക്ക് കിടത്തി ചികിത്സ നൽകാനാവും വിധം കേന്ദ്രത്തെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രമോഹൻ, സെക്രട്ടറി കൊച്ചുമോൻ, ട്രഷറർ ബെറ്റി ടീച്ചർ തുടങ്ങിയവർ പറഞ്ഞു. ആൽഫ ചാലക്കുടി സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ ഭാരവാഹികളും സ്റ്റാഫും വോളണ്ടിയർമാരും പങ്കുചേർന്നു. പ്രസിഡന്റ് പൗലോസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സെൻട്രൽ കൗൺസിൽ മെമ്പർ ലൂക്കോസ് തങ്കച്ചൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ഉഷാദേവി, ട്രഷറർ ലീല പൗലോസ്, മേരി നളൻ, തോമസ് കണിച്ചായി, ജോർജ് തോമസ് എന്നിവർ ക്രിസ്മസ് സന്ദേശം നൽകി. തുടർന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചു. തിരഞ്ഞെടുത്ത ഫ്രണ്ടിന് ക്രിസ്മസ് സമ്മാനം നൽകി. വൈസ് പ്രസിഡന്റ് റോസി ലാസർ നന്ദി പറഞ്ഞു. ആൽഫ മൂവാറ്റുപുഴ സെന്ററിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ സേവനത്തിനെത്തുന്ന ജിഷാദ് സെന്ററിലേക്ക് സീലിംഗ് ഫാൻ സമ്മാനിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് ഭീമ മജീദിന്റെ സാന്നിധ്യത്തിൽ കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചൻ ഫാൻ ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.